എത്തിയിട്ടുണ്ട്. എവിടെ പോയാലും മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പരിശ്രമിക്കും, മുന്നേറും, പിന്നെ സമൂഹത്തിന് തിരിച്ച് സംഭാവനകളും ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളിലും മലയാളികൾ ജോലിക്കാരായും ബിസിനസ്സുകാരായും മാത്രമല്ല രാഷ്ട്രീയ രംഗത്ത് മുന്നേറുന്നത്. ചിലർ ഇന്ന് വിദേശ രാജ്യങ്ങളിലെ നഗരസഭകളിലും ലോക്കൽ ഗവൺമെന്റുകളിലും നേതാക്കളായി പ്രവർത്തിക്കുന്നു. മിസിസിപ്പിയിൽ നമ്മുടെ ക്ലിന്റണിൽ ആദ്യമായി ഒരു മലയാളി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. നമ്മുടെ ബെനിച്ചേട്ടൻ. ഈ ഇലക്ഷനിൽ ബെനിച്ചേട്ടൻ എങ്ങനെ തയ്യാറാകും, ഇന്നത്തെ മലയാളി കമ്മ്യൂണിറ്റി എങ്ങനെ ബെനിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബെനിച്ചേട്ടൻ മേയർ ആകുമോ? കാത്തിരുന്നു കാണാം. ജാക്സൺ കലാഭവൻ അവതരിപ്പിക്കുന്നു മല്ലു ഫോർ മേയർ. ഇലക്ഷന് ഒരു വീക്കേ ഉള്ളൂ കേട്ടോ. പരിപാടി ഒന്നും സെറ്റായിട്ടില്ല. ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് വിൽപ്പാടിയാണ്. മലയാളീസിന്റെ വോട്ട് മാത്രം പോരാ, നമുക്കൊന്ന് ഉഷാറാണ്. വെച്ചിൽ ചായ കുറെ വർഷമായിട്ട് ഈ സെയിം ഡാൻസ് തന്നെയല്ലേ നിങ്ങൾ കളിക്കുന്നത്. എന്നാ പ്രാക്ടീസ് ചെയ്യാനോ? ബാറ്ററി ഇന്ന് തന്നെ മാറും. ശരി ശരി. Hello, good morning. Am I speaking with Mr. Benu? Yes, Benu speaking. Uncle, I am Dr. Vinny. I am a criminologist in Houston, Texas. Oh, Saturday അല്ലേ? ഞാനൊരു ബുക്ക് വായിച്ചിരിക്കുകയായിരുന്നു. ഞാനും വൈഫും ജാക്സൺ റീലൊക്കേറ്റ് ചെയ്യുക. I am joining JSU. Oh, very good. By the way, എങ്ങനെയാണ് നമ്പർ കിട്ടിയത്? അങ്കിളുടെ വൈഫ് ബെറ്റ്സി ആന്റിയുടെ ഡാൻസ് സ്കൂളിൽ ഒരു സിന്ധു ന്യൂയോർക്കിലുള്ള പുള്ളിക്കാരുടെ സിസ്റ്റർ എൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് നിൽക്കുന്നത്. അവരാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഓ, ഐ സി. പിന്നെ ഞാൻ അങ്കിളല്ല, ചേട്ടനാണ്. പിന്നെ പ്ലേസ് ക്ലോസ് ടു അവർ എന്റർടൈൻമെന്റ്സ് ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ്. ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. നാട്ടിൽ ട്രിവാൻഡ്രമാണ്. സഞ്ജു സാംസന്റെ കൂടെ കുറെ കളികൾ കളിച്ചിട്ടുണ്ട്. പിന്നെ ബാഡ്മിന്റൺ, പിക്ക് ബോൾ എല്ലാം കളി. ക്രിക്കറ്റ് അമ്പയറിങ്ങിനും പോകുന്നുണ്ട്. കൂടാതെ വൈഫ് ഒരു ഡാൻസറുമാണ്. ഓ, ഓക്കെ. എന്നാണ് മൂവിയുടെ ഡേറ്റ് ഫിക്സ് ആയി കഴിയുമ്പോൾ അറിയിക്കും. നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ടോ മൂവിയിൽ? ഓക്കെ, ഞാനൊരു നമ്പർ ഷെയർ ചെയ്യാം. വൺ മിസ്റ്റർ മനോജ്. He will help you with that. മലയാളിയാണ്. പുള്ളി ഇവിടുത്തെ യൂത്ത് പയ്യന്മാരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അവര് പ്രൊഫഷണൽ മൂവേഴ്സൊന്നുമല്ല. മലയാളം സിനിമയൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. തിയേറ്റേഴ്സ് കുറവാണ്. ഞങ്ങള് പുതിയ പടങ്ങൾ വീട്ടിൽ തന്നെ റിലീസ് ചെയ്യും. ഓ, നിങ്ങൾക്ക് ക്ലിന്റൺ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. I'll get back to you. Okay, thanks ചേട്ടാ. പിന്നെ വിളിക്കാം. Okay, bye. ബെറ്റ്സിയെ, കാറിന്റെ ബാറ്ററി ഉടനെ മാറണ്ട കേട്ടോ. അല്ല, നിന്റെ ടെൻഷൻ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ തള്ളാൻ ആളില്ല എന്നല്ല. കേട്ടിട്ട് ഈ വരാൻ പോകുന്ന നല്ല കള്ള. അത് പറഞ്ഞപ്പോഴോ നീ ആ ടീനയെ വിളിച്ചിട്ട് നെൽസന്റെ കണ്ണാടി കൊണ്ടുപോയി. പുതിയ കണ്ണാടിയൊക്കെ വെച്ച് നെൽസനെ ഞാനൊന്ന് വിളിച്ചോ. എവിടാ ചേട്ടാ? ഞാനിപ്പോ കാർത്തേജിലാണ്. അവിടെ എന്താ പരിപാടി? ഞങ്ങളൊന്ന് പെട്രോൾ അടിക്കാൻ വന്നു. അതെ, ഇവിടെ പെട്രോളിന് നല്ല ഡീലുണ്ട്. ഞാനിന്ന് 30% കുറവാണ്. ഇവിടെ പിന്നെ വീക്കെൻഡല്ലേ, പള്ളിയിൽ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ആ സിജോ, നമ്മുടെ ഫ്ലെക്സിന്റെ കാര്യം എന്തായി? ഇലക്ഷനിലേക്ക് ഒരു
കിട്ടിക്കോളൂ കേട്ടോ. ഡീല് നോക്കിയിട്ട് ബെസ്റ്റ് റേറ്റ് കിട്ടിയതാണ് നേപ്പാളിൽ നിന്ന്. നാളെ സാധനം ഓക്കേ, സിജു അനുപമ ഇവിടെ കാണണം കേട്ടോ. We have lots of things to cover. ഓക്കെ ഞങ്ങളോടുണ്ട്. Okay, ബൈ. എന്റെ മെച്ചി, ഞാൻ ജയിച്ചായി സിജുവിനെ സിറ്റിയുടെ ഫൈനാൻസും പ്രോജക്റ്റും കിട്ടി. ഇവൻ ഐറ്റി ഇരിക്കണമെന്നില്ല. സത്യം കേട്ടോ. Good morning to the future mayor and first lady of Clinton. This is from the Holy Cross Parish, Philadelphia. അച്ഛാ, എന്നോട്ട് വിശേഷങ്ങൾ. അച്ഛന് ഇൻസ്റ്റാഗ്രാം റീൽസിനെ പറ്റി ഇവിടെ പിള്ളേർ പറയുന്നുണ്ട്. റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയോ? എന്ത് റവന്യൂ? ആകെ കിട്ടിയത് 43 സെന്റ് ചുമ്മാ സമയങ്ങൾ. അതൊക്കെ പോട്ടെ, ഇവിടെ ഇലക്ഷൻ പരിപാടികൾ എന്തായി? PR ഒന്നുകൂടി ഉഷാറാക്കണം കേട്ടോ. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ആ ബാബുചേട്ടനെ അയച്ചേക്കുന്നല്ലേ. പുള്ളിയോട് കുറച്ച് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എഴുതണം. ഇലക്ഷൻ ജയിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഇംഗ്ലീഷിൽ എഴുതിയ പോസ്റ്റ് കണ്ടിട്ട് രാഷ്ട്രീയത്തെ വിളിച്ച് എന്നോട് ചോദിക്കുക, എടാ ബെൻഷേട്ടൻ എന്താ അസുഖമെന്ന്. ഞാൻ പറഞ്ഞേ ഒരു ഇതിൽ കൂടുതൽ സിമ്പിൾ ആക്കാൻ പറ്റില്ലെന്നാ ബാബുചേട്ടൻ പറയുന്നത്. മെച്ചിയെ, ഞങ്ങൾക്ക് ഒരു ചായ എടുക്കും. ഒന്നും വേണ്ട കേട്ടോ. ഇന്ന് 12 o'clock എന്റെ ടോയ്ലറ്റ് പോയ ഓർച്ചയിലുള്ളതാ. എന്നാ വെച്ചാ ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോവാം. ഓ യാ, ഇന്ന് ഇവിടെ ഒരുക്കിയ ഈ ഭക്ഷണദാനം ഇത് ഉണ്ടാക്കിയത് അച്ഛാ, ഫുഡല്ല, ഇലക്ഷന്റെ ബ്ലെസ്സിംഗ് ആണ്. ഓ സോറി In the name of the Father, and of the Son, and of the Holy Spirit, Amen. Oh Lord, please make our Malayali boy within the Clinton mayor election his brain and body little bit shaking, but heart very stable. Today Clinton mayor, tomorrow Mrs. Speaker. Oh, Allah Amen. All the best. താങ്ക് യു അച്ഛാ. പ്രാർത്ഥിച്ചേ. ഞാനൊരു ചായ പറഞ്ഞായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്ത് വിളിച്ചായാ. നമ്മുടെ ഡോക്ടേഴ്സിനെ എല്ലാം ഒന്ന് വിളിക്കാം. അവരുടെ പേഷ്യൻസ് ക്ലിനിക്കാരും എല്ലാം വരുവാണെങ്കിൽ വോട്ട് ചെയ്യാൻ പറയാലോ. ബുദ്ധി, നമുക്ക് പ്രവീണിനെ ആദ്യം വിളിക്കാം. എനിക്ക് ഈ തൃശ്ശൂരിൽ വേണം. ഈ തൃശ്ശൂരിൽ ഞാനിങ്ങനെ വെക്കുക. ഹലോ ബെനു, ഞാൻ അറിഞ്ഞു കേട്ടോ. അഞ്ജു നോക്കൂ, ബെനുവാണ് വിളിക്കുന്നത്. പറഞ്ഞു, എന്താ കാര്യങ്ങൾ? പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായി പോകുന്നുണ്ടോ? ഒന്നും ആയിട്ടില്ല പ്രവീൺ. ചായ മാത്രം നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം കേട്ടോ. ഓ, എന്തായാലും നമ്മളൊക്കെ ഇല്ലേ. എന്തായാലും ബെനു, ഇറ്റ്സ് എ റിയലി ഗുഡ് ഡിസിഷൻ. നമ്മുടെ ആൾക്കാർ വരണം. കുട്ടികൾ ഇന്നലെ പറയായിരുന്നു ബെനുവെങ്കിൽ വരും, എല്ലാം ശരിയായി ശരിയായ മതിയായിരുന്നു. അതെ, ക്ലിന്റൺ ഭാഗത്തുള്ള പേഷ്യൻസിനോടും ഫാമിലിയോടും നമുക്ക് തന്നെ വോട്ട് ചെയ്യാൻ പറയണം കേട്ടോ. ആ കാര്യം എനിക്ക് ഞാനും പറയാട്ടോ ബെനു. അഞ്ജു ഇവിടെ പറയായിരുന്നു അഞ്ജുവും ചെയ്യാൻ കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെലവ് പോകാൻ കേട്ടോ. ചെലവൊക്കെ ചെയ്യാന്ന്. അതെ, ആരോ വരുന്നുണ്ട്. We'll talk to you later. Okay, Benu. എന്റെ ചേച്ചി ഇന്നലെ വൈകിട്ട് മുതൽ ഇറങ്ങാൻ പറയുന്നതാ. അതെങ്ങനെയാ? ഓരോന്ന് ന്യൂസ് ഒന്നും കണ്ടാ പിന്നെ പൈസ ഫുൾ ടൈം ഉറക്കൂല. അറബ് ന്യൂസ് വരെ കാണും. ഇപ്പൊ ഞാൻ പിടിച്ച് വലിച്ചാ ഇതൊന്നും പറഞ്ഞ് മനസ്സിലായില്ല. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഗ്യാസ് പ്രൈസ് കൂടും. മോദിജി ഇടപെടാനാണ്. അതൊക്കെ പോട്ടെ, ഇവിടെ എന്നാ വിഷയമാണ്? വൈശാഖ സോഷ്യൽ മീഡിയ ബട്ട് ഇനി നമുക്ക് വേണ്ടത് ടാർഗറ്റഡ് ഓൺലൈൻ ആഡ്സും പിന്നെ മീഡിയ അഡ്വർടൈസിംഗും. വൈശാഖ് വിചാരിച്ച നമ്മുടെ ലോക്കൽ തിയേറ്ററിൽ മൂവി തുടങ്ങുന്നതിന് മുന്നേ ബെഞ്ചാന്റെ ഫോട്ടോ ക്ലിന്റൺ പോൾ മാൻസൺ എല്ലായിടത്തും ഇടാൻ പറ. കണ്ണൻ പറഞ്ഞ അവർക്ക് നോ പറയാൻ പറ്റില്ല. കണ്ണനല്ലേ ഞാൻ നോക്കുന്നില്ല. പിന്നെ ഞാൻ വേണ്ടി ഇവിടുത്തെ വോട്ടേഴ്സിന്റെ ഫോൺ നമ്പർ ഇമെയിലും ഹാക്ക് ചെയ്യാം. മെസ്സേജ് ഗുഡ് ഐഡിയ. ഇതാ ഞാൻ
Iran not updates and Trump press conference. You have to eat right now, not to watch it live. ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞങ്ങൾ ഇറങ്ങി. Okay, bye, bye. ബെറ്റ്സി ചായ. ഒന്ന് വെയിറ്റ് ചെയ്ത് ബെൻചായ. ഫ്ലെക്സ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ആഡ്സ് ഇതെല്ലാം ഓക്കെയാണ്. ഇനി പോസ്റ്റർ കൂടെ വേണം. പോസ്റ്റ് വാൾപേപ്പർ ഒക്കെ ആശിച്ചു ഇപ്പൊ വലിയ വാൾപേപ്പർ സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഡോറിനെ കൂടെ ഏൽപ്പിക്കാം. പുള്ളി ടയറിന്റെ പഞ്ചറൊട്ടിക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. ഡോൺ എവിടാ? ഒരു വിവരമില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. We are doing it at KNG Apple. Coordinated headquarters for proprietor and mechanic ready. You have reached the voicemail of Dom. For tire repair issues, please press 1. For personal matters, please press 2. ഡോണിനെ വിളിച്ച ഒരിക്കലും കിട്ടില്ല. ഞാൻ കൊളീനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ കൊളീൻ, എന്നാ ഉണ്ട് വിശേഷങ്ങള്? ഇങ്ങനെ പോകുന്നു ചേച്ചി. അവിടെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇലക്ഷനൊക്കെ അല്ലേ, അതിന്റെ തിരക്കിലാ, അറിയാലോ. അതെ അതെ അതെ. ഡോൺ അവിടെ ഉണ്ടോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ഇല്ല ചേച്ചി, രാവിലെ പോയതാണ്. ഒരു സെക്കൻഡ്. ചേച്ചി, ലൊക്കേഷൻ കാണിക്കുന്നത് ക്ലിൻഡൻ ആണ്. ലൊക്കേഷനോ? ഞാൻ അച്ചാച്ചന്റെ മാലയിൽ എയർടൈൽ ഇരിക്കുന്നു. ലൊക്കേഷൻ അറിയാം. ആ കൊള്ളാലോ. ലൊക്കേഷൻ വെച്ച് മിക്കവാറും ടയർ പഞ്ചർ ഒട്ടിക്കുമായിരിക്കും. തിരിച്ചു വരുമ്പോൾ വിളിക്കാൻ പോകും. ഓക്കെ, താങ്ക് യു കൊളീൻ. നോ പ്രോബ്ലം ചേച്ചി. ബൈ. ബൈ ബൈ. ബെറ്റ്സിയെ ബോബിയെ വിളിക്കാൻ വിട്ടുപോയി കേട്ടോ. ബോബി ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ അല്ലായിരുന്നു. നല്ല ഹോൾഡല്ലേ. പോരാത്തതിന് ഇപ്പൊ ക്ലിന്റൺ കിട്ടുമ്പോഴുള്ള ടോപ്പ് പ്ലെയറും അല്ലേ. രണ്ടാമത്തെ ടോപ്പ് ഞാനാ. നല്ല കളറാണല്ലോ. ബാറ്റ് പിന്നെ മാറിയാ മതിയായിരിക്കും അല്ലയോ? Hi, Bobby. How are you doing? How are you, man? Good. What was that gunshot sound? These squirrels, man. Do you like squirrel meat? കിട്ടുമല്ലോ. Not yet, but I will get it. Okay. Did you get a chance to talk to your friends at Indian Association? Yes. അവരെല്ലാവരും വോട്ട് ചെയ്യുമെന്നാ പറഞ്ഞത്. In fact, many of them know Betsy, you know? So don't worry. Okay. What about the pickleball team? Will they support? Oh, yes. ഹായ് ബോബി, മരിയ ഉണ്ടോ അവിടെ? Oh, yes. One second. ഹായ് ബെറ്റ്സി. മരിയ, ഞാൻ കുറച്ച് വോട്ട് ഫോർ ബേബി സ്റ്റിക്കേഴ്സ് എന്നാൽ ഹോസ്പിറ്റലും ക്ലിനിക്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യാവോ? സി ബെറ്റ്സി, ലെറ്റ്സ് റെന്റ് എ ഹെലികോപ്റ്റർ. നമുക്ക് ഹെലികോപ്റ്റർ എന്ന സിറ്റി മുഴുവൻ സ്റ്റിക്കേഴ്സ്. നോക്കാന്ന ബെഞ്ചാൻ പറയുന്നത്. താങ്ക് യു മരിയ. ബൈ. സീ യു. ബൈ. ബെറ്റ്സി ആരെന്ന് നോക്കി. ആർഷലിന്റെ ആണ്. വെച്ചേട്ടാ ഉഷാറല്ലേ? ഇതെന്താ വലിയ ക്യാനിക്കായിട്ട്? അച്ഛൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ഗ്ലൂ ആണ്. ആഷിക്ക് ഇപ്പൊ ഇതല്ലേ പരിപാടി. എന്ത് പേപ്പർ കണ്ടാലും അപ്പൊ എടുത്ത് വോളിലൊട്ടിക്കും. പേപ്പർ ആണെങ്കിൽ യു ഷുഡ് സീ അവർ ഹൗസ്. ഓ മൈ ഗോഡ്, ഞങ്ങളുടെ ബാത്റൂം ഒക്കെ ഭയങ്കര കളർഫുൾ ആണ്. നമ്മുടെ ജാക്സൺ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ, കണ്ടില്ലേ? കണ്ടായിരുന്നു. വെച്ചേട്ടാ ഈ ജസ്റ്റ് ഗെയിം ഇൻ പോസ്റ്റേഴ്സ് നമുക്ക് ക്ലിൻ്റെ മുഴുവൻ ഒട്ടിക്കാനുള്ള ഗ്ലൂ ആയിരുന്നു. ഒട്ടിച്ചൊട്ടിച്ച് ബെനിച്ചേട്ടൻ സ്റ്റിക്കർ ആകാതിരുന്നാൽ മതിയായിരുന്നു. നീ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എവിടെ സമയം കിട്ടിയിട്ടാ ചേച്ചി? സംഗീതയും നീയോ സെന്ററിൽ കളിക്കുന്നത്. അത് മറക്കണ്ട. അരങ്ങേറ്റം കഴിഞ്ഞുള്ള നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് അല്ലേ, തകർക്കണം കേട്ടോ. ഈ ആശി ഇന്നലെ ചേച്ചി മയമിൽ നിന്ന് വന്നത്. മയമിയിലോ? ഒറ്റയ്ക്കോ?
യാ ചേച്ചി, he went for a soccer tournament. എന്നിട്ട് എന്തായി? വല്ലതും കിട്ടിയോ? അത് ചേട്ടാ ഇത്തവണ ജസ്റ്റ് മിസ്സായി. അടുത്ത മാസം അലാസ്കയിലൊരു ടൂർണമെന്റ് വരുന്നുണ്ട്, അതിന് കാപ്പാടിക്കണം. ഇവിടെ എങ്ങാനും തോറ്റാ പോരെ? അലാസ്കയൊക്കെ വരെ പോയി വെറുതെ ഡോളേഴ്സ് കളയണോ? You know bro, I asked him the same. ചേട്ടാ ഡാ ടീന ഒരു ഗ്ലാസ് തന്നിട്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ഡെൻസന്റെ പോലെ ലുക്കായോ? ഇഫ് യു ആർ റെഡി നമുക്ക് മലയാളം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ എടുക്കാലോ? സ്പീച്ച് റെഡിയാണോ? വെച്ചേ, ആ സ്പീച്ച് എവിടെയാ വെച്ചത്? നമുക്കൊരു ചായ കുടിച്ചിട്ട് മതിയോ? ചേട്ടാ നീ ബിയറോ വിസ്കി? ഒന്നുമില്ല, പെട്ടെന്ന് വീഡിയോ എടുക്കാം. അതെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാം. ഇച്ചിരി പ്രൊഫഷണൽ ആയിക്കോട്ടെ. പിള്ളേരെ കൂടെ കൊണ്ടുവരായിരുന്നു. ചേട്ടാ സ്റ്റാർട്ട് when I say ready. പ്രിയപ്പെട്ട എൻ്റെ ജാക്സൺ മലയാളി ഫാമിലി അംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെനിച്ചേട്ടനാണ്. 2006 മുതൽ ഞാനിവിടെ ക്ലിന്റണിലുണ്ട്. മിസിസിപ്പിയിലേക്ക് ഒരു മലയാളി വന്നാൽ ഒരു കോൾ ഉറപ്പാണ്, ബെനിച്ചേട്ടനാണോ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ കൂടെ ഒരു പയ്യൻ ടെക്സാസിൽ നിന്ന് വിളിച്ചത്. അത് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവുമാണ്. നമ്മൾ മലയാളികൾ ഒരു കുടുംബം പോലെ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് പോലും തുടങ്ങിയത്. വിഷു, ഈസ്റ്റർ, ഓണം, ക്രിസ്മസ് എല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഇപ്പോൾ ഞാൻ വന്നത് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ്. ക്ലിന്റൺ മേയർ സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുകയാണ്. ഈ നാട്ടിൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടണം. അതുകൊണ്ട് ഞാൻ ജയിച്ചാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ടീ ലവേഴ്സിനൊരു സന്തോഷ വാർത്ത. ക്ലിന്റണിൽ ഒരു കേരള സ്റ്റൈൽ ടീ ഷോപ്പ്. ചായ ഫ്രീ ആയിരിക്കും. യെസ്, ഫ്രീ. 2, ഹിഡൻ ടാലൻസിനെ കണ്ടെത്തും. നമ്മുടെ ഇടയിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളുണ്ട്. നോക്കൂ, നമ്മുടെ വിവേകും ഭരണിയും വന്നപ്പോൾ മൈക്ക് പോലും നേരെ ചൊവ്വെ പിടിക്കാൻ അറിയാൻ കഴിയാതിരുന്ന ഒരു അമച്ചർ സിംഗേഴ്സ് ആയിരുന്നു. നമ്മുടെ പരിപാടികളിൽ പാടിപ്പാടി ഇന്ന് മിസിസിപ്പി അറിയപ്പെടുന്ന വലിയ പാട്ടുകാരായിരുന്നു. വരുന്ന ജൂണിൽ മിസോറിയിലെ ഒരു ബാൻഡിന്റെ ഓഫർ സ്വീകരിച്ച് അവർ അങ്ങോട്ടേക്ക് മൂടുകയാണ്. ഇനിയും ഇതുപോലെ പുതിയ ടാലൻസിനെ കണ്ടെത്തി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. 3, മൂവി ലവേഴ്സിന് കൊണ്ട് ഒരു സൂപ്പർ ഓഫർ. എല്ലാ ഫ്രൈഡേസിലും എന്റെ വീട്ടിൽ ഫ്രീ ആയി ന്യൂ മലയാളം മൂവീസ് സ്ക്രീൻ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല വിത്ത് തിയേറ്റർ എഫക്ട്സ് ആണ്. ഇത് ജോക്സ് അല്ല, നമ്മൾ മലയാളീസ് ഇവിടെ സ്ട്രോങ് ആയി നിലകൊള്ളാനുള്ള എഫേർട്സ് ആണ്. സോ കൂടുതൽ മലയാളീസ് ക്ലിന്റണിലേക്ക് മൂവ് ചെയ്യണം, ഈ ബെനിഫിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പ്ലീസ് സ്പ്രെഡ് വോട്ട് ഫോർ മെനു മെസ്സേജ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് കോവർക്കേഴ്സ്. താങ്ക് യു. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒത്തൊരുമയും സപ്പോർട്ടും നോക്കിക്കൊണ്ട് ബെനിച്ചേട്ടന് മികച്ച പിന്തുണയാണ് ലഭിച്ചത്. വോട്ടെടുപ്പ് പൂർത്തിയായ ഈ വേളയിൽ മത്സരം വളരെ കടുപ്പമേറിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബെനിച്ചേട്ടനുള്ള ക്ലിന്റൺകാരുടെ വിശ്വാസം വിജയത്തിലേക്ക് വഴി തുറക്കുമോ, അതോ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇനി അതിനായി അധികം കാത്തിരിക്കട്ടെ. ഇന്ന് ഇലക്ഷൻ റിസൾട്ട് അറിയുന്ന ദിവസമാണ്. ലെറ്റ്സ് ഗോ ടു ബെനിച്ചേട്ടൻസ് ഹൗസ്. Breaking news coming in from Clinton, Mississippi. We are receiving the final results from the mayoral election right now, and it appears that Mr. Benny Vargas won the race and will become the next. മാസങ്ങൾ കഴിഞ്ഞു ബെനിച്ചേട്ടൻ വലിയ ജനപ്രീതിയുള്ള നേതാവായി മാറിയിട്ടുണ്ട്. നാട്ടിൽ പണ്ട് ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും വീടുകളിൽ കാണാറുള്ളത് പോലെ
സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ നിവേദനങ്ങളുമായി വലിയ ക്യൂ ആണ്. അദ്ദേഹത്തെ സഹായിക്കാൻ പെറ്റ്സി ചേച്ചിയും കൂടെ തന്നെയുണ്ട്. പിന്നെ പേരിനൊപ്പം തന്റെ അഡ്രസ്സായ റോക്ക് ബ്രിഡ്ജ് സർക്കിൾ മലയാളീകരിച്ച ഇന്ന് മിസിസിപ്പി മലയാളീസിനിടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് പാറപ്പാലവട്ടം ബെനു എന്നാണ്. സിജു സിറ്റിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായി ചുമതലയേറ്റു. ഗ്രീൻ കാർഡും പരിഗണനയിലാണ്. വിനീതും വൈഫും ലണ്ടനിലേക്ക് പോയി. ഓഫ് റോഡിങ്ങിനെ സഹായിക്കാൻ മനോജും യൂത്ത് പയ്യന്മാരും ഉണ്ടായിരുന്നു. ബെറ്റ്സി ചേച്ചിയുടെ തിരക്കുകൾ മൂലം ഡാൻസ് ക്ലാസിന്റെ ചുമതലകൾ ഇപ്പോൾ ലിൻഡയും സംഗീതയുമാണ് നടത്തുന്നത്. ഈ വർഷത്തെ മികച്ച എഴുത്തുകാരനുള്ള മിസിസിപ്പി സ്റ്റേറ്റ് അവാർഡിന് ആശിഷ് അലാസ്കയിലെ ടൂർണമെന്റിലും തോറ്റു. ഇപ്പോൾ അന്റാർട്ടിക്കയിൽ നടത്താൻ പോകുന്ന പുതിയൊരു ടൂർണമെന്റിന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഡോൺ എയർപാഡ് വിട്ട് പഞ്ചർ റിപ്പയർ ജോലിയിൽ തുടങ്ങി. ഡോണിൽ പുതിയൊരു ടയർ ഷോപ്പ് തുടങ്ങാൻ പ്ലാനുണ്ട്. കുറെ ടോക്കുകൾ വാങ്ങിക്കൂട്ടിയെങ്കിലും ബോബി ചേട്ടന് ഇതുവരെയും ഒരു സ്റ്റുഡന്റിനെ പോലും കിട്ടിയിട്ടില്ല. ഹെലികോപ്റ്ററിൽ സ്റ്റിക്കർ ഇട്ടിരുന്നെങ്കിൽ കുറച്ചു വോട്ട് കൂടി കൂടുതൽ കിട്ടിയേനെ എന്ന് മരിയ ചേച്ചി എല്ലാ കുർബാനയ്ക്ക് കാണുമ്പോഴും പറയും. ഇറാൻ പ്രശ്നത്തിൽ ഇതുവരെയും ഇന്ത്യ ഇടപെടാത്തതിൽ വൈശാഖ് അസ്വസ്ഥനാണ്. വീക്കെൻഡുകളിൽ ബെനു ചെലവ് ചെയ്യുന്നതും കാത്ത് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. പക്ഷേ കുട്ടിയോട് പറഞ്ഞ പോലെ ബെനുവെങ്കിൽ വന്നു, എല്ലാം ശരിയായി. ഇത് വെറും തമാശക്കായി മാത്രം ചെയ്ത ഒരു സ്കിറ്റാണ്. അതുകൊണ്ട് അതിനെ ലളിതമായി തന്നെ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഈ സ്കിറ്റിൽ പ്രവർത്തിച്ച ജാക്സൺ കലാഭവനിലെ കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെടും. മനോജ് മൂവാറ്റുപുഴ, ആശിഷ് ചാലക്കുടി, വിവേക് എടപ്പള്ളി, തൊടുപുഴ ലിൻഡ, കട്ടകലക്ഷ്മി, കട്ടൂർക്കാവ്, അനഘ കൊടുങ്ങല്ലൂർ ആൻഡ് ഡോൺ പള്ളിക്കോട്.